Praise the Lord. Hallelujah. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 19 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ച്, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ച്. എന്തെല്ലാം ഭാരങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ നേരിടാമായിരുന്നു. അതിൽ നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ചു, തൻ്റെ ചിറകിൻ്റെ മറവിൽ സംരക്ഷിച്ചു. ഈ മനോഹരമായ സമയത്ത് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ ആനന്ദത്തോടെ അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സ്തോത്രം 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 കർത്താവേ. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്നതോർത്ത് സ്തോത്രം 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 കർത്താവേ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങേക്ക് ആരാധന, സ്തുതി, സ്തോത്രയാഗങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്തു. 9-ാം സങ്കീർത്തനം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. അതെ, ഇന്ന് പകൽക്കാലം കർത്താവിനെ എങ്ങനെ സ്തുതിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം. പിന്നെ കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? വർണ്ണിക്കണം. ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനായിട്ട്. പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു, അങ്ങേക്ക് സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് നന്ദി. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്നതിനും സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കാലിൻ്റെ ഉപ്പൂറ്റിക്ക്, ഹീലിന് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ നസറേനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ ഹീലിനകത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. എഴുന്നേൽക്കുമ്പോഴുള്ള വേദന, കാല് കുത്തുവാനുള്ള പ്രയാസം എല്ലാം തന്നെ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണമായി സൗഖ്യമാകട്ടെ. ഇടത്തുകാലിലുള്ള വെരിക്കോസ് വെയിൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായി ആ കാൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തലയുടെ പുറകു ഭാഗത്തായിട്ട് വേദനയാൽ ഭാരപ്പെടുന്നു, അവൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തെമ്പാടും സഭായോഗം നടക്കുന്നല്ലോ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. അഭിഷക്തന്മാരെ അങ്ങയുടെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി ഉപയോഗിക്കണം. സാധാരണമായ കാര്യങ്ങൾ ഇന്ന് ലോകവ്യാപകമായി സംഭവിക്കട്ടെ. ഉണർവുകൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ മഹത്വം ആലയങ്ങളെ മൂടട്ടെ. കർത്താവെ, വലിയ ദൈവിക പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ എല്ലാവർക്കും ഇടവരുത്തി കൊടുക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ വിടുതൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനോടുള്ള ബന്ധത്തിൽ 12th കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അവരുടെ നെക്സ്റ്റ് സ്റ്റോഡുകൾ എടുക്കുവാൻ ദൈവം കൃപ ചെയ്താണ്. അതിനുള്ള ബുദ്ധിയും വിവേകവും അതിനുള്ള കർത്താവെ ഇച്ഛാശക്തിയൊക്കെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. ദൈവഹിതമായ വഴിയിൽ പോകാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയും അപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ച നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് അത് കാരണമായി തീരും. ശ്രദ്ധിക്കാം, 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോൾ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമത്രേ. ഈ സന്ദേശം, ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി. നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവെന്ന് പറയുന്നത് ദൈവം തരുന്നത് മാത്രമാണ്.
ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവ പൈതലിൻ്റെ സ്വയമായ കഴിവിലോ പ്രാപ്തിയിലോ പ്രശംസിപ്പാൻ പാടില്ല. നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ദാനമാണ്. അത് ദൈവത്താലാണ് സംഭവിക്കുന്നത്. പലപ്പോഴും പലരും സംസാരിക്കുമ്പോഴും അവർ അച്ചീവ് ചെയ്തതിനെക്കുറിച്ച് പറയാറുണ്ട്, അവർ നേടിയതിനെക്കുറിച്ച് പറയാറുണ്ട്, അവർ വെട്ടിപ്പിടിച്ചതിനെക്കുറിച്ച് പറയാറുണ്ട്, അവർ പണിഞ്ഞെടുത്ത സാമ്രാജ്യത്വത്തെക്കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ വിശദീകരിക്കാറുണ്ട്. അപ്പോൾ ആ ദൈവമക്കൾ തങ്ങളുടെ നേട്ടങ്ങൾ പലതും വിശദീകരിക്കുമ്പോഴും അതിനകത്ത് ദൈവം അല്ലെങ്കിൽ യേശു വളരെ സൈലൻ്റ് ആയിരിക്കും. അവരെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ കാണിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു. സ്വയമേ അവർ തന്നെ അങ്ങ് പുകഴാറുണ്ട്. അതിനകത്ത് കർത്താവിൻ്റെ മഹത്വം വളരെ കുറവാണ് കൊടുക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, നമുക്ക് പ്രാപ്തിയൊന്നും ഉള്ളവരല്ല, നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് ദാനമായി തന്നതാണ്. നമ്മളിലൂടെ ദൈവാത്മാവ് ചെയ്തെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അല്ലാതെ നമ്മളായിട്ട് ചെയ്യുന്നതല്ല, കർത്താവ് നമ്മളിലൂടെ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ അതേ പറയാവുള്ളൂ. കർത്താവ് എന്നിലൂടെ, എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവെന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ അച്ചീവ് ചെയ്തെങ്കിൽ അത് ആത്മീയമായിട്ടായിക്കോട്ടെ, ഭൗതികമായി ആയിക്കോട്ടെ, എഡ്യൂക്കേഷനിൽ എവിടെയും എന്തും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയാൽ കർത്താവായിട്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഒരു ദൈവ പൈതൽ മറന്നു പോകരുത്. നമ്മളെപ്പോഴും അറിയാതെ പറയും, ഞാൻ അങ്ങനെ അധ്വാനിച്ചു, അല്ലെങ്കിൽ ഞാനത് കഠിന പരിശ്രമം നടത്തി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാതെ പറയാറുണ്ട്. അത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പറയണം, കർത്താവേ, എൻ്റെ കഴിവിനാലല്ല, അങ്ങയുടെ കഴിവിനാലാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് നല്ലതാണ്. നമുക്ക് കർത്താവിൻ്റെ ആ നന്മയിൽ കൂടുതൽ ആനന്ദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നന്മയിൽ കൂടുതൽ എന്നാ പറയുന്നത്, അത് നമ്മളിലേക്ക് ആകർഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സദൃശവാക്യം 3:5-6 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ജീവിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആശ്രയിക്കുക. കർത്താവെ, നീ അങ്ങ് എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്യാം. അങ്ങയുടെ ഇഷ്ടം എന്താണോ അതുപോലെ പ്രവർത്തിക്കാം. സ്വന്തമായ വിവേകത്തിൽ ഒരിക്കലും ഊന്നരുത്. സ്തോത്രം. അവൻ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ ശക്തിയിലും നമ്മൾ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും ആ കർത്താവിനെ നനച്ചു കൊള്ളുക. അവൻ നിൻ്റെ പാതകളെ നേരെ, നിൻ്റെ എല്ലാ വഴികളിലും കർത്താവിനെ തന്നെ നനച്ചു കൊള്ളണം. കർത്താവിനെ തന്നെ ആഗ്രഹിക്കണം. കർത്താവിനെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ പാതകളെ എന്താക്കും? നേരെയാക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിപൂർണമായി കർത്താവിൽ തന്നെ ആശ്രയിക്കാം. ഒരിക്കലും നമ്മുടെ മഹിമ പറയാനോ നമ്മുടെ ബലത്തെക്കുറിച്ച് പറയാനോ ഒന്നും ഇടവരാതെ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൽ തന്നെ അങ്ങ് ആശ്രയിച്ച്, കർത്താവാണ് ചെയ്യുന്നത്, ആ കർത്താവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കൊടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:28 പറയുന്നു, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്നതും മൂവ് ചെയ്യുന്നതും ഇരിക്കുകയും ചെയ്യുന്ന എല്ലാം കർത്താവിലാണ്. നാം അവൻ്റെ സന്താനമല്ലോ. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ഞാനല്ല, കർത്താവാണ് എന്നിലൂടെ ചെയ്യുന്നത് എന്നെപ്പോഴും പറയാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക. ഞാനല്ല, കർത്താവാണ് എന്നിലൂടെ ചെയ്യുന്നത്. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ അവൻ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.